കൊടുവള്ളിയിൽ തന്നെ തുടർന്നുണ്ടാവും. അല്ല, അതൊന്നും തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, ഒറ്റ കാര്യോട് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോഴേ വർഗീയ പാർട്ടിയാണെന്ന രീതിയിൽ CPM പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പം നിസാബിൻ്റെ പറഞ്ഞു അതിന് രാഷ്ട്രീയത്തിനപ്പുറത്ത് മതത്തിനപ്പുറത്തൊക്കെയുള്ള സ്നേഹം കിട്ടിയത്. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു വർഗീയ പാർട്ടിയാണെന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ചേർന്ന് ഒരു മിക്സഡ് പാർട്ടിയായി മാറി എന്നുള്ളതാണ് CPMൻ്റെ ഒരു ആക്ഷേപം. അതിൽ ഒരു തരിമ്പും സത്യമില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയാം, ഞാൻ മത്സരിച്ച പ്രധാനപ്പെട്ട കോഴിക്കോട് സൗത്താണ്. കോഴിക്കോട് സൗത്തിൽ മുസ്ലിം വോട്ട് മാത്രം കിട്ടിയാൽ ഞാൻ ജയിക്കില്ലല്ലോ. അപ്പോൾ അവിടെ ഹിന്ദു വോട്ടും ക്രിസ്ത്യാനി വോട്ടും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പ്രസ്ഥാനമായി കാണുന്നുണ്ടെങ്കിൽ ഈ വോട്ടുകൾ എങ്ങനെ എനിക്ക് കിട്ടും? അതുകൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനൊരു വർഗീയ സംഘടന ഞാൻ മാത്രമല്ല, പല സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് കുറച്ച് മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളാണ് നിർണായകം. പക്ഷെ അവരെന്നും ലീഗിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജമാഅത്തുമായിട്ട് ഒരു നേരിട്ട് ബന്ധം എവിടെയും നിലനിർത്തിയിട്ടില്ലല്ലോ. അവർ ചില തിരഞ്ഞെടുപ്പിൽ നമുക്ക് പിന്തുണ നൽകി എന്നുള്ളതല്ലാതെ